ഗിവ് യുവർ പീപ്പിൾ വാട്ട് ദേ നീഡ്. നമ്മുടെ കൂടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്കാലത്തേക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷേ മിക്ക നേതാക്കന്മാർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഒട്ടുമിക്ക ബോസ് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശമ്പളം ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് പ്രശംസിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ളതാണ്. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ മിക്ക ആളുകളും തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുന്നു, ആ ശമ്പളം അല്പം കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും. ഒരിക്കലും അല്ല. കാരണം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാവരും. എന്താണ് ആ 4 കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഒന്ന്, ലവ്. ലവ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എന്താ പറയുന്നത്, എല്ലാ കാര്യത്തിലും ഇടപെടുക എന്നുള്ളതല്ല. എന്താണ് അവർക്ക് ആവശ്യം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, വളരെ ജെനുവനായിട്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുക. അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രോത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഗ്രോത്ത് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഒരാൾ ജോലി ചെയ്യുന്നതെങ്കിൽ അധികകാലം അവിടെ നിൽക്കില്ല. കാരണം ഗ്രോത്ത് കിട്ടുന്ന മറ്റൊരു സ്ഥാപനത്തിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവരുടെ കരിയർ വൈസോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് തോന്നിക്കുക വെച്ചാൽ വെറും തോന്നിപ്പിക്കുക എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം എന്നുള്ളതും ഒരു വലിയ പോയിന്റാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, അവർ ജോലി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തിൽ അവർക്കും വലിയൊരു പങ്കുണ്ട്. അതല്ലാതെ അവർ ചെയ്യുന്ന ജോലി ഇപ്പം ഒരു പ്യൂണാണെങ്കിൽ പോലും ആ സ്ഥാപനത്തിലെ പല പല ആളുകളുടെയും ആവശ്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളായിരിക്കും പ്യൂൺ. വളരെ താഴ്ന്ന ഒരു ഗ്രേഡിലുള്ള ഒരു ജോലി ആയിരിക്കാം. എന്നാലും ആ ഒരു വ്യക്തി അന്നത്തെ ഒരു ദിവസം ഓഫീസിൽ വന്നില്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് അയാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സിറ്റുവേഷനിൽ അവർക്കത് ചിലപ്പോൾ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, ആ സ്ഥാപനത്തിലുള്ള അവരുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഇമ്പോർട്ടൻസ് ഒന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. പിന്നെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീനിങ്. ഈ ഏതൊരു ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ